ഹലോ ഫ്രണ്ട്സ്, നീരജ് വേൾഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നിരുന്നു. വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചെന്ന് പറഞ്ഞ്. ശരിക്കും ജനുവരി 1 നമ്മളെ കൊണ്ടുപോകാമെന്നാണ് ആൾ പറഞ്ഞിരുന്നത്. ആളുടെ പേരൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം. അപ്പം ഞങ്ങൾ ഇത് ഘട്ടം ഘട്ടമായിട്ടൊരു 2-2.5 ലക്ഷം രൂപയോളം കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു, ജനുവരി ആകാറായപ്പോഴത്തേക്കും പറഞ്ഞു, ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇനിയുള്ള ബാക്കി പ്രോസസ്സിങ്ങേ ഉള്ളൂ. അപ്പോൾ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വരട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ സമയത്ത് നമ്മളാരും അതായത് പകൽ വിളിച്ചാൽ ഈ മനുഷ്യൻ ഫോൺ എടുക്കത്തില്ല. ഇപ്പം നമ്മൾ ഫെബ്രുവരി 1 വിളിച്ചാൽ നമ്മൾ തിരക്കിലാണ്, ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയിലാണ്, പല എക്സ്ക്യൂസുകളാണ് പറയുന്നത്. എന്നിട്ട് ഫെബ്രുവരി 1 നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ വിളിച്ചാൽ ഇദ്ദേഹം ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഫെബ്രുവരി 5 മെഡിക്കലുണ്ട്, അപ്പം മെഡിക്കലിന് വേണ്ടി റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കലിന് വേണ്ടി ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള 2-3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു എറണാകുളത്ത് പോയി മെഡിക്കൽ ചെയ്തു. മറ്റവർക്ക് ഇയാൾ ഒരു മെഡിക്കൽ എടുക്കുന്ന സെൻറ്ററിൻ്റെ പേരും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നോട് എറണാകുളത്ത് എവിടെയെങ്കിലും പോയി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് അയച്ചു കൊടുത്തേച്ചാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ മെഡിക്കൽ ഞാൻ എന്നെ ഒറ്റപ്പെടുത്തി. അപ്പം ഞാൻ നമ്മുടെ കസിനോടൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവരോട് തിരുവനന്തപുരത്ത് ഞാനും അവരോട് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാനും അവിടെ പോയി മെഡിക്കൽ എടുത്തു. അപ്പോൾ ഈ മെഡിക്കൽ എടുക്കാൻ ഇദ്ദേഹം പറഞ്ഞ ജോലിക്ക് ഏകദേശം മെഡിക്കൽ എടുക്കണമെങ്കിൽ ഒരു 10-30,000 രൂപയാകും. ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു ഒരു നോർമൽ മെഡിക്കൽ എടുക്കുക, സിംഗപ്പൂരിനാണെന്ന് പറഞ്ഞ് മെഡിക്കൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂരിലേക്കുള്ള ആണെന്ന് പറഞ്ഞ് മെഡിക്കൽ എടുത്തു. ഏകദേശം 5,000 രൂപയോളം ചിലവായി. അത് കഴിഞ്ഞ് ഇത് നോക്കണേ, നമ്മളില്ലാത്തടത്ത് പൈസ ഉണ്ടാക്കി ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരം പോയി മെഡിക്കൽ എടുത്തിട്ട് തിരിച്ച് വരുന്ന ഏകദേശം എങ്ങനെയാണെങ്കിലും ഒരു 17,000 രൂപയോളം ചിലവാകും. അപ്പോൾ അതെല്ലാം ഈ മെഡിക്കലിൻ്റെ ചാർജ് എല്ലാമാണ് കൂട്ടി. അപ്പം എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ ഷിപ്പയിലാണെന്ന് ഞാൻ പിന്നീടാണെന്ന് അറിയുന്നത്. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതേ രീതിയിൽ എന്നാ സെക്കൻഡ് ഓഫീസറാണെങ്കിൽ എന്ത് ഓഫീസറാണെങ്കിലും പുള്ളി പറഞ്ഞ രീതിയിൽ ആളെ ജോലിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞപ്പം അവരെല്ലാം ഈ മനുഷ്യൻ സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഇന്ന് കൊണ്ടുപോകും, നാളെ കൊണ്ടുപോകും. ഇപ്പം നോക്കണം, ജനുവരി ആദ്യം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അപ്പം ഇദ്ദേഹത്തിന് 3 മാസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ 10-20 വർഷത്തെ സർവീസ് ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ ലീവ് എടുക്കാനും പറ്റത്തില്ല. മാത്രമല്ല പുള്ളിക്ക് ഇനിയൊരു പ്രശ്നങ്ങളുണ്ടാകാൻ പറ്റത്തില്ല. പുള്ളി സെക്കൻഡ് ഓഫീസറല്ലേ, അപ്പം വേറൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പം ബാക്കിയുള്ള 3 പേരുമായിട്ട് എന്നോട് സംസാരിക്കരുത്, അപ്പം ഞാൻ സംസാരിച്ചാൽ അവർ പോകുന്നതിന് ഞാൻ തടസ്സം നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഇതിലെല്ലാം ഒരു സംശയം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് തരാനുള്ള പൈസ, ഞാൻ ഇട്ട് തന്ന പൈസ എനിക്ക് തിരിച്ച് തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹമായിട്ട് സംസാരിക്കാനിടയുണ്ടായി. ഞാൻ പൈസ ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്നെ ചീത്ത വിളിക്കുന്നു, കേസ് കൊടുത്ത് വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ പോലെ ഇതുപോലെ ഒരബദ്ധത്തിലും മെയിനായിട്ട് ഷിപ്പിലോട്ട് ജോലി എന്ന് പറഞ്ഞ് വരുന്നത് നമുക്ക് വേണ്ടത്ര യോഗ്യതയോ കാര്യങ്ങളോ ഇല്ലാതെ അതിനകത്ത് എടുത്ത് ചാടി പൈസ കൊടുക്കാനോ മറ്റും ആരും ശ്രമിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പിന്നെ പറയാം. അപ്പം ഞാൻ പൈസ ചോദിച്ചപ്പോൾ പുള്ളി സംസാരിച്ച ഓഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരുപാട് പേരുണ്ടാകും ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. നമ്മൾ ഇവന്മാരുടെ മുന്നിലേക്ക് വീഴാൻ
ഇവന്മാർ ഓരോരുത്തരും ഇങ്ങനെ നോക്കിയിരിക്കും ഓരോ ഏരിയയും. നമ്മൾ ചെന്നങ്ങ് വീണ് കൊടുക്കും. അപ്പം ഈ ശമ്പളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എടുത്ത് ചാടി അങ്ങ് വീഴും. പക്ഷേ ഇനി എന്ത് വേക്കൻസി പുറത്തോട്ട് വന്നാലും ആദ്യമേ പൈസ കൊടുത്തുള്ള ഒരു കാര്യത്തിനും ആരും നിൽക്കരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോടുള്ള ഒരു അപേക്ഷയാണ്, ആരും ഇതുപോലുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.